Good morning all. Today's topic is force-free motion of a symmetric top. Force-free motion means without torque, or torque is equal to 0. We use the Euler's equations to discuss the force-free motion of a symmetrical rigid body, that is a symmetrical top for which I1 equal to I2 and the third principal axis, Z axis, is the axis of symmetry of the body. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ I1, I2, I3 ഡയഗണലൈസ് ചെയ്ത് അതിൽ 3 ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമായിട്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ടെൻസർ ഫോം ചെയ്തു, മെട്രിക്സ് ഫോം ചെയ്തു. ദെൻ അതിൽ 4 കാറ്റഗറി ആയിട്ട് നമ്മൾ അതിനെ തിരിച്ചു: സ്ഫിറിക്കൽ ടോപ്പ്, സിമെട്രിക് ടോപ്പ്, അസിമെട്രിക് ടോപ്പ് ആൻഡ് ലീനിയർ മോളിക്യൂൾ. അപ്പോൾ അതിൽ തന്നെ സിമെട്രിക് ടോപ്പിൻ്റെ കേസ് എന്ന് പറയണത് നമ്മുടെ 3 മൊമെൻ്റ് ഓഫ് ഇനേർഷ്യാസ് I1, I2, I3. അതിൽ I1 ഈക്വൽ ടു I2 ആൻഡ് നോട്ട് ഈക്വൽ ടു I3. ആ കണ്ടീഷനെയാണ് നമ്മൾ സിമെട്രിക് ടോപ്പ് മോളിക്യൂൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കണ്ടീഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹിയർ I1 ഈക്വൽ ടു I2 ആൻഡ് ദ റൊട്ടേഷൻ ഈസ് എലോങ് ദ സിമെട്രി ആക്സിസ്, ദാറ്റ് ഈസ് Z ആക്സിസ്. സിൻസ് ദർ ഇസ് നോ അപ്ലൈഡ് ടോർക്ക്, നമ്മൾ പറഞ്ഞു നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സ് ഫ്രീ മോഷനാണ്. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു 0. ബോത്ത് കൈനറ്റിക് എനർജി ആൻഡ് ദ ആംഗുലാർ മൊമെൻറ്റം ആർ കോൺസ്റ്റൻറ്റ് ഇൻ ടൈം. ഇപ്പോൾ ഒരു ടോർക്ക് ഫ്രീ മോഷൻ്റെ കേസിൽ കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ ആംഗുലാർ മൊമെൻറ്റവും കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇൻ സച്ച് എ കേസ് ദ ഓയിലേഴ്സ് ഇക്വേഷൻ ബിക്കംസ്, ഈ 3 ഇക്വേഷൻസ് ആണ് നമ്മുടെ ഓയിലേഴ്സ് ഇക്വേഷൻസ്, N1, N2 ആൻഡ് N3. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ കേസിൽ I1 ഈക്വൽ ടു I2 ആണ്. അപ്പം I1നും I2നും പകരമായിട്ട് നമുക്ക് I1 തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ഇക്വേഷനിൽ N1 ഈക്വൽ ടു 0 ആണ്, N2 ഈക്വൽ ടു 0 ആണ്, N3 ഈക്വൽ ടു 0 ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് I1 ഒമേഗ 1 ഡോട്ട് ഈക്വൽ ടു I1 മൈനസ് I3 ഇൻറ്റു ഒമേഗ 2 ഒമേഗ 3. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെയായിരുന്നു? 0 കൊടുത്തില്ലെങ്കിൽ N1 ഈക്വൽ ടു I1 ഒമേഗ 1 ഡോട്ട് പ്ലസ് I3 മൈനസ് I2 ഇൻറ്റു ഒമേഗ 2 ഒമേഗ 3 എന്നായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ I3 മൈനസ് I2 എന്നുള്ളത് I2 മൈനസ് I3 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? I1 ഒമേഗ 1 ഡോട്ട് മൈനസ് I2 മൈനസ് I3 ഇൻറ്റു ഒമേഗ 2 ഒമേഗ 3 എന്ന് വരും. സോ അതിൽ ഈ ടൈം നമ്മൾ LHSലേക്ക് എടുത്തു, ഈക്വൽ ടു 0 ആയത് കാരണം. ദാറ്റ് ഈസ് I1 ഒമേഗ 1 ഡോട്ട് ഈക്വൽ ടു I1 മൈനസ് I3 ഇൻറ്റു ഒമേഗ 2 ഒമേഗ 3. ഇവിടുത്തെ I2ന് പകരം നമ്മൾ I1 എന്ന് കൊടുത്തു. ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ ബിക്കംസ് I1 ഇൻറ്റു ഒമേഗ 2 ഡോട്ട് ഈക്വൽ ടു I3 മൈനസ് I1 ഇൻറ്റു ഒമേഗ 3 ഒമേഗ 1 ആൻഡ് ഓൾസോ ഒമേഗ 3 ഡോട്ട് ഈക്വൽ ടു 0. അപ്പം എന്നിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമ്മുടെ ഓയിലേഴ്സ് ഇക്വേഷൻസ് ഈ ഫോമിലേക്ക് മാറും. നമുക്കങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടി. ഇക്വേഷൻ 1, ഇക്വേഷൻ 2 ആൻഡ് ഇക്വേഷൻ 3. ദെൻ ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 3, ദാറ്റ് ഈസ് ഒമേഗ 3 ഡോട്ട് ആയിരുന്നു. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ 3 ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇക്വേഷൻ 3 എന്തായിരുന്നു? ഒമേഗ 3 ഡോട്ട് ഈക്വൽ ടു 0 ആയിരുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഒമേഗ 3 ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ദസ് ദ കമ്പോണൻറ്റ് ഓഫ് ആംഗുലാർ വെലോസിറ്റി എലോങ് ദ സിമെട്രി ആക്സിസ് ഈസ് എ കോൺസ്റ്റൻറ്റ് വിത്ത് ടൈം ഫോർ ഫോഴ്സ് ഫ്രീ മോഷൻ ഓഫ് ദ റിജിഡ് ബോഡി. അപ്പോൾ ഒമേഗ 3 കമ്പോണൻറ്റ് ഇവിടെ കോൺസ്റ്റൻ്റ് ആണെന്ന് കണ്ടു. നൗ പുട്ട് ക്യാപിറ്റൽ ഒമേഗയാണ്. ക്യാപിറ്റൽ ഒമേഗ ഈക്വൽ ടു I3 മൈനസ് I1 ഡിവൈഡഡ് ബൈ I1 ഇൻറ്റു ഒമേഗ 3 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 4 ഇൻ 1 ആൻഡ് 2. ഇക്വേഷൻ 1ലും 2ലും I3 മൈനസ് I1 ബൈ I1 ഇൻറ്റു ഒമേഗ 3ക്ക് ക്യാപിറ്റൽ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ 1 becomes omega 1 dot is equal to minus omega 2 omega, and 2 becomes omega 2 dot is equal to omega 1 omega. That is our equation number 5a and 5b. Then differentiating equation 5a, again differentiate ചെയ്യുക. So
ഇവിടെ ഒമേഗ 1 ഡോട്ടാണ്. വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ ഒമേഗ 1 ഡബിൾ ഡോട്ട് ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് ഒമേഗ 2 ഡോട്ട് ഇൻറ്റു ഒമേഗ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 6. Then substituting the value of omega 2 dot from 5b. ഇവിടെ ഈ ഇക്വേഷനിൽ ഇതിൽ മൈനസ് ഒമേഗ 2 ഡോട്ടിലെ ഒമേഗ 2 ഡോട്ടിന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഒമേഗ 1 ഒമേഗ എന്ന്. സോ ഇക്വേഷൻ 6 becomes omega 1 double dot equal to minus omega 1 omega square, or we can write it as omega 1 double dot plus omega 1 omega square equal to 0. Equation number 7. This is a well-known differential equation used to deal simple harmonic motion. Simple harmonic motion equation is this equation, equation number 7. And its solution is omega 1 equal to a sin omega t. That is our equation number 8. So omega 1 dot is equal to a cos omega t into omega, where a is some constant. And substituting for omega 1 dot in equation number 5a, we get equation number 5a il substitute ചെയ്യുക ഈ കിട്ടിയ കാര്യങ്ങൾ. That is a cos omega t into omega is equal to minus omega 2 omega, and omega 2 is equal to, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി എങ്ങനെയാണ്. 5a എന്താണ്? 5a ഒമേഗ 1 ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ 2 ഇൻറ്റു ഒമേഗ. അപ്പോൾ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒമേഗ 1 ഡോട്ടിന് എ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് കൊടുക്കുക, ഈക്വൽ ടു RHS സെയിം മൈനസ് ഒമേഗ 2 ഇൻറ്റു ഒമേഗ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഒമേഗ 2 ഇസ് ഈക്വൽ ടു മൈനസ് എ കോസ് ഒമേഗ ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 9. ഒമേഗ 1 ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി 8 ആണ്. ഒമേഗ 2 ഇസ് ഈക്വൽ ടു മൈനസ് എ കോസ് ഒമേഗ ടി, ഇക്വേഷൻ നമ്പർ 9. Then squaring and adding both omega 1 and omega 2. That is omega 1 square plus omega 2 square is equal to a square. And this is the equation of a circle with a radius a. If I cap and j cap are the unit vectors along the two principal axes other than the symmetry axis. Symmetry axis in അല്ലാണ്ട് ബാക്കിയുള്ള 2 ആക്സിസ് ഉണ്ടല്ലോ, അതിൻ്റെ യൂണിറ്റ് വെക്റ്റേഴ്സാണ് ഐയും ജെയും എങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞു ഒമേഗ 1 സ്ക്വയർ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒമേഗ 1 സ്ക്വയർ പ്ലസ് ഒമേഗ 2 സ്ക്വയർ എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് ഒരു കോൺസ്റ്റൻറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒമേഗ 3 ഓൾറെഡി ഒരു കോൺസ്റ്റൻ്റ് ആണ്, ആൻഡ് ഓൾസോ ഒമേഗ 1 സ്ക്വയർ പ്ലസ് ഒമേഗ 2 സ്ക്വയറും ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടി. ദെൻ ഡിഫൈൻ അനദർ വെക്റ്റർ ഒമേഗ dash equal to omega 1 I plus omega 2 j, or omega dash equal to a sin omega t I minus a cos omega t j, and has a constant magnitude omega dash modulus equal to root of omega 1 square plus omega 2 square. നമ്മൾ മുമ്പ് കണ്ടതാണ്, equal to root of a square which is equal to a, and rotate about the third principal axis with angular velocity omega. Then the total angular velocity അതൊരു കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് ഒമേഗ ഈക്വൽ ടു ടോട്ടൽ ആകുമ്പോൾ ഇവിടെ നമുക്ക് ഒമേഗ എന്ന് എഴുതിയാൽ മതി. ഒമേഗ 1i പ്ലസ് ഒമേഗ 2j പ്ലസ് ഒമേഗ 3k, ഇതിൻ്റെ സമ്മാണല്ലോ ടോട്ടൽ ഒമേഗ. ഇനി മോഡുലസ്, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതെന്താണ് എ സ്ക്വയർ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ എ സ്ക്വയർ പ്ലസ് ഒമേഗ 3 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ദസ് വി ക്യാൻ സേ ദാറ്റ് the angular velocity vector omega has constant magnitude and precise about the z axis with constant angular velocity omega. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇസ് എ കോൺസ്റ്റൻറ്റ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതാണ് എൻ്റെ റൊട്ടേഷൻ കാണിച്ചിരിക്കുന്നത്. നോക്കുക, എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് ഇസഡ് ആക്സിസ്.
എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒമേഗ 1, വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒമേഗ 2 ആൻഡ് ഇസഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒമേഗ 3. And the body is rotating about the z axis, or z axis is the principal axis for the rotation. And we can say that amplitude, that is a, ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒമേഗ. ആൻഡ് ഓൾസോ ഇതിൻ്റെ അത്രയും ലെങ്ത് തന്നെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എ. ഇവിടെ ഇതാണ് അതിൻ്റെ റൊട്ടേഷൻ കാണിച്ചിരിക്കുന്നത്. ഇസഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് റൊട്ടേഷൻ നടക്കുന്നത്. ആൻഡ് ഫിഗർ ഇസ് ദ precision of the angular velocity vector about the z axis. Then ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മളിപ്പോൾ കണ്ടു. ഇനി വാട്ട് അബൌട്ട് ആംഗുലാർ മൊമെൻറ്റം? ഈ കേസിൽ തന്നെ ഫോഴ്സ് ഫ്രീ മോഷൻ്റെ കേസിൽ വി നോ n is equal to dj/dt. ഇഫ് ദർ ഇസ് നോ ടോർക്ക് ആക്ടിങ് ഓൺ ഇറ്റ്, നമുക്കറിയാം n is equal to 0 ആയിരിക്കും. ദാറ്റ് മീൻസ് dj/dt equal to 0 മീൻസ് എന്താണ്? j is equal to a constant. ദാറ്റ് ഈസ് j is a conserved quantity. അപ്പം അങ്ങനെ ആംഗുലാർ മൊമെൻറ്റോ ഫോഴ്സ് ഫ്രീ മോഷൻ്റെ കേസിൽ കൺസർവ്ഡ് ആണ്, ഓർ ജെ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രൂവ് ദാറ്റ് if there is no force acting on a rigid body with one point fixed, then the total rotational kinetic energy is constant. Also prove that omega dot j is equal to 2 into t equal to a constant. ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്ന ഒരു ഫോഴ്സ് ഫ്രീ മോഷൻ ആണ് ഒരു റിജിഡ് ബോഡിയുടെ കേസിൽ. ദാറ്റ് ഈസ് no force acting on a rigid body with one point fixed. രണ്ട് കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടോട്ടൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണെന്നും പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഒമേഗ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു 2 into t ആണെന്നും പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് പാർട്ട് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് ടോർക്ക് ആക്ടിങ് ഓൺ എ ബോഡി ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് 3 components of torque, that is nx equal to 0, nx or n1, nx equal to 0, n2 or ny is equal to 0 and n3 or nz equal to 0. ഇപ്പോൾ ടോർക്ക് ഫ്രീ മോഷൻ്റെ കേസിൽ നമ്മുടെ ഓയിലേഴ്സ് ഇക്വേഷൻസ് 3 ഇക്വേഷൻസ് എങ്ങനെയാവും? ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് i1 ഇൻറ്റു ഡി ഒമേഗ 1/dt മൈനസ് i2 മൈനസ് i3 ഇൻറ്റു ഒമേഗ 2 ഒമേഗ 3 ഈക്വൽ ടു 0. ഇത് നേരെ തിരിച്ച് എഴുതുന്ന കേസിലാണ് ഇവിടെ പ്ലസ് കൊടുക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ വരും? i2 ഇൻറ്റു ഡി ഒമേഗ 2/dt മൈനസ് i3 മൈനസ് i1 ഇൻറ്റു ഒമേഗ 1 ഒമേഗ 3 ഈക്വൽ ടു 0, സെക്കൻഡ് ഇക്വേഷൻ. ദെൻ i3 ഇൻറ്റു ഡി ഒമേഗ 3/dt മൈനസ് i1 minus i2 into omega 1 omega 2 equal to 0. This is the Euler's equation in the case of a force free motion of a rigid body. 3 equations. Then നമുക്ക് കൈനറ്റിക് എനർജി, ടോട്ടൽ റൊട്ടേഷൻ്റെ കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇക്വേഷൻ 1നെ ഒമേഗ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഇക്വേഷൻ 2നെ ഒമേഗ 2 വെച്ചും ഇക്വേഷൻ 3നെ ഒമേഗ 3 വെച്ചും മൾട്ടിപ്ലൈ ചെയ്യാം. ആൻഡ് ഈ 3 ഇക്വേഷൻസും ആഡ് ചെയ്യാം. ഇത് 0 ആയതുകൊണ്ട് തന്നെ 3നെയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈക്വൽ ടു 0 എന്ന് എഴുതാനായിട്ട് സാധിക്കും. സോ നോക്കുക, ഫസ്റ്റ് ഇക്വേഷൻ ഒമേഗ 1 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓരോ ടേമിനെ ഒമേഗ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് i1 ഒമേഗ 1 ഇൻറ്റു ഡി ഒമേഗ 1/dt, ഇവിടെ ഒമേഗ 1 കൊടുത്തു, മൈനസ് സെക്കൻഡ് ടൈം എങ്ങനെ വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, i2 ഒമേഗ 1 ഒമേഗ 2 ഒമേഗ 3 പ്ലസ് i3 ഒമേഗ 1 ഒമേഗ 2 ഒമേഗ 3. ഒന്നാമത്തെ ഇക്വേഷൻ കഴിഞ്ഞു. പ്ലസ് ആഡ് ചെയ്യുക കേട്ടോ 3 കൂടെ. i2 ഒമേഗ 2 ആണ് മൾട്ടിപ്ലൈ ചെയ്തത്, ഡി ഒമേഗ 2/dt മൈനസ് i3 ഒമേഗ 1 ഒമേഗ 2 ഒമേഗ 3 പ്ലസ് i1 ഒമേഗ 1 ഒമേഗ 2 ഒമേഗ 3 പ്ലസ് മൂന്നാമത്തെ ഇക്വേഷൻ i3 ഒമേഗ 3 ആണ് മൾട്ടിപ്ലൈ ചെയ്തത്, i3 ഒമേഗ 3 ഇൻറ്റു ഡി ഒമേഗ 3/dt മൈനസ്
I1 omega 1 omega 2 omega 3 plus I2 omega 1 omega 2 omega 3 equal to 0. ഇനി നോക്കുക, ഈ ടേമുകൾ ഏതെങ്കിലും ക്യാൻസലായി പോകുന്നുണ്ടോ എന്ന് നോക്കി. ഇത് -I2 omega 1 omega 2 omega 3 ആണ്. ഇവിടെ ഒരു പ്ലസ് I2 omega 1 omega 2 omega 3 ഉണ്ട്. സോ ഇത് രണ്ടും ക്യാൻസലായി. ഈ ടേം I3 omega 1 omega 2 omega 3, ഇവിടെ ഒരു -I3 omega 1 omega 2 omega 3 ഉണ്ട്. സോ ഇതും ക്യാൻസലായി. ഇനിയുള്ളത് പ്ലസ് I1 omega 1 omega 2 omega 3, അതുപോലെ -I1 omega 1 omega 2 omega 3. ആ ടേം ക്യാൻസലായി. ബാക്കി നമുക്ക് 3 ടേംസേ ഉള്ളൂ. ദാറ്റ് ഈസ് I1 omega 1 ഇൻറ്റു d omega 1 by dt പ്ലസ് I2 omega 2 ഇൻറ്റു d omega 2 by dt പ്ലസ് I3 omega 3 ഇൻറ്റു d omega 3 by dt ഈക്വൽ ടു 0. ഇങ്ങനെയൊന്നു I1 omega 1 ഇൻറ്റു d omega 1 by dt പ്ലസ് I2 omega 2 ഇൻറ്റു d omega 2 by dt പ്ലസ് I3 omega 3 ഇൻറ്റു d omega 3 by dt ഈക്വൽ ടു 0. ഇതിന് നമുക്ക് എന്തെന്ന് എഴുതാം? ഈ ഫസ്റ്റ് ടൈം നോക്കുക. I1 ഇൻറ്റു d by dt ഓഫ് 1/2 ഇൻറ്റു omega 1 സ്ക്വയർ. ഇങ്ങനെ എഴുതാം. നോക്കുക, d by dt ഓഫ് 1/2 omega 1 സ്ക്വയർ എന്താണ്? 1/2 ഇൻറ്റു d omega 1 by dt ഇൻറ്റു 2 omega. 2 ഇൻറ്റു ക്യാൻസലായി പോയി കഴിയുമ്പോൾ ബാക്കി omega 1 ഇൻറ്റു d omega 1 by dt, omega 1 ഇൻറ്റു d omega 1 by dt പ്ലസ് ഈ ടേമിനെ അതുപോലെ തന്നെ എഴുതാം, ഈ ടേമിനെ അതുപോലെ തന്നെ എഴുതാം. I2 ഇൻറ്റു d by dt ഓഫ് 1/2 ഇൻറ്റു omega 2 സ്ക്വയർ പ്ലസ് I3 ഇൻറ്റു d by dt ഓഫ് 1/2 ഇൻറ്റു omega 3 സ്ക്വയർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് d by dt ഓഫ് 1/2 I1 omega 1 സ്ക്വയർ പ്ലസ് 1/2 I2 omega 2 സ്ക്വയർ പ്ലസ് 1/2 I3 omega 3 സ്ക്വയർ ഈക്വൽ ടു 0. ഇതെന്താണ്? നമ്മുടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ടോട്ടൽ കൈനറ്റിക് എനർജി T ആണ്. ദാറ്റ് ഈസ് d by dt ഓഫ് T ഈക്വൽ ടു A0. മീൻസ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ T is equal to a constant. That is the total kinetic energy of a rigid body about the principal axis is a constant. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ട്, ദാറ്റ് ഈസ് B. കൺസിഡർ ഒമേഗ ഡോട്ട് ജെ ഈക്വൽ ടു എന്താ? ഒമേഗ ഡോട്ട് ജെ ഒമേഗ എക്സ് ഐ പ്ലസ് ഒമേഗ വൈ ജെ പ്ലസ് ഒമേഗ ഇസഡ് കെ ഡോട്ട് ജെ. ജെ ഈസ് ഐ എക്സ് ഒമേഗ എക്സ് ഐ പ്ലസ് ഐ വൈ ഒമേഗ വൈ ജെ പ്ലസ് ഐ ഇസഡ് ഒമേഗ ഇസഡ് കെ, വിച്ച് ഇംപ്ലൈസ് ഐ എക്സ് ഒമേഗ എക്സ് സ്ക്വയർ. നോക്കുക, ഐയുടെ ടേം ഐ ഡോട്ട് ഐ മാത്രം, ഐ ഡോട്ട് ഐ ഈക്വൽ ടു 1 ആണ്, ഐ ഡോട്ട് ജെ 0 ആണ്, ഐ ഡോട്ട് കെ 0 ആണ്. അപ്പോൾ ഐയുടെ ടേമുകൾ തമ്മിൽ മാത്രം മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ പോസിബിൾ ആവുള്ളൂ. ബാക്കി എല്ലാ ടേമുകളും 0 ആയിപ്പോവും. ദാറ്റ് ഈസ് നമുക്ക് ബാക്കി എന്താ റിമൈനിങ് ഇത്രയും ടേമുകളേ ഉള്ളൂ. ഐ എക്സ് ഒമേഗ എക്സ് സ്ക്വയർ, ഐ ഡോട്ട് ഐ വരുന്ന ടേം മാത്രം, അല്ലെങ്കിൽ ജെ ഡോട്ട് ജെ വരുന്ന കെ ഡോട്ട് കെ വരുന്ന ടേമുകൾ മാത്രം. ഐ എക്സ് ഒമേഗ എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ ഒമേഗ വൈ സ്ക്വയർ പ്ലസ് ഐ ഇസഡ് ഒമേഗ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 2 into t. That means this is equal to a constant. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടും പ്രൂവ് ചെയ്തു. 2 into t ആയിരിക്കണം എന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഒമേഗ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് കിട്ടി. നമ്മുടെ ആദ്യത്തെ പാർട്ട് എയിൽ കണ്ടതാണ് 1/2 ഇൻറ്റു I1 ഒമേഗ 1 സ്ക്വയർ പ്ലസ് 1/2 ഇൻറ്റു I2 ഒമേഗ 2 സ്ക്വയർ പ്ലസ് 1/2 ഇൻറ്റു I3 ഒമേഗ 3 സ്ക്വയർ ആണ് ടി. സോ ഇവിടെ നമുക്ക് അതുകൊണ്ട് ഇത്രയും ടൈമിന് എന്തെന്ന് കൊടുക്കാം? 2t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് എ റിജിഡ് ബോഡി? സൊല്യൂഷൻ, വി നോ n is equal to torque, n is equal to I omega dot plus omega cross j. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷനാണ്.
ദെൻ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക ഒമേഗ വെച്ച്. ഒമേഗ ഡോട്ട് എൻ ഇസ് ഈക്വൽ ടു എല്ലാ ടൈമിലും ഒമേഗ കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പം ഒമേഗ ഡോട്ട് ഐ ഒമേഗ ഡോട്ട് പ്ലസ് ഒമേഗ ഡോട്ട് ഒമേഗ ക്രോസ് ജെ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഒമേഗ ഡോട്ട് ഐ ഒമേഗ ഡോട്ട് പ്ലസ് ജെ ഇൻറ്റു ഒമേഗ ക്രോസ് ഒമേഗ. ഇത് 0 ആയി പോവും. ദെൻ ഒമേഗ ഡോട്ട് എൻ ഇസ് ഈക്വൽ ടു ഒമേഗ ഡോട്ട് ഐ ഒമേഗ ഡോട്ട്, ഇത് ഡി ഒമേഗ ബൈ ഡി ടി ആട്ടോ ഒമേഗ ഡോട്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഒമേഗ ഡോട്ട് ഐ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി. അതിന് നമുക്ക് ഡി ഒമേഗ ബൈ ഡി ടി ഇൻറ്റു ഐ ഡോട്ട് ഒമേഗ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്, ഡി ബൈ ഡി ടി ഓഫ് 1/2 ഐ ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഒമേഗ ഡോട്ട് എൻ ഇസ് ഈക്വൽ ടു 1/2 ഐ ഒമേഗ സ്ക്വയർ എന്താണ്, കൈനറ്റിക് എനർജി ടി. ഒമേഗ ഡോട്ട് എൻ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ടി. ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ torque and kinetic energy. Thank you.